നടത്തിയെങ്കിലും സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്നൊരു അഭിപ്രായമാണ് ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് മോഹൻദാസിനുള്ളത്. നീതിന്യായ വ്യവസ്ഥയിലാണ് ഇപ്പോൾ പ്രതീക്ഷയെന്നും അദ്ദേഹം പറയുന്നു. മകളുടെ ആഗ്രഹപ്രകാരം ക്ലിനിക്ക് തുടങ്ങുമെന്നും വന്ദനയുടെ കൂട്ടുകാർ അവിടെ സൗജന്യമായി ചികിത്സ നൽകുമെന്നും അച്ഛൻ മോഹൻദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. 2023 മെയ് 10 അന്ന് കേരളം ഞെട്ടലോടെ കേട്ടൊരു വാർത്തയുണ്ട്. സമൂഹ മനസാക്ഷി ഒന്നാകെ മരവിച്ചു പോയൊരു സംഭവം. ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ വന്ദനാദാസ് ആശുപത്രിയിലെത്തിയ ഒരു കുറ്റവാളിയാൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. ഒരു വർഷം കഴിയുമ്പോഴും വന്ദനയുടെ ഓർമ്മകൾക്ക് കേരളത്തിൻ്റെ മനസ്സിൽ പോലും ഒരു മങ്ങലേറ്റിട്ടില്ല. ഇന്ന് ഒരാണ്ട് തികയുമ്പോൾ വന്ദനയുടെ അച്ഛൻ ഒപ്പം ചേരുകയാണ്. ഒരു വർഷം അത് നിങ്ങൾ ഈ അനുഭവിച്ച വേദനയുടെ ആഴം മനസ്സിലാവുന്നുണ്ട്. എന്താണിപ്പോൾ? ഒരു വർഷം അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷമൊക്കെ ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അത് ഓരോ ദിവസത്തിലും കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്ത് ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. കാരണം നമ്മുടെ ഒരു പഞ്ചഭാവമായ എൻ്റെ മോള് നിഷ്ഠുരമായിട്ട് കൊല ചെയ്യപ്പെടുകയും എന്നാൽ അതിന് വേണ്ടത്ത സഹായങ്ങളൊന്നും ബന്ധപ്പെട്ട ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മോളുടെ ഓർമ്മയ്ക്കായി കുറുപ്പന്തറ മെമ്മോറിയലുള്ള ഒരു അനാഥാലയത്തിന് അന്നദാനം കൊടുക്കുകയും ഞങ്ങളും അത് വിളമ്പിക്കൊടുത്ത് അവരോടൊപ്പം ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തതോടുകൂടി ആ ഒരു ചടങ്ങ് തീർത്തു. മോള് ഉണ്ടായിരുന്നപ്പോൾ മോളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ പാവപ്പെട്ടവരെയും പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്. അതിനോടനുബന്ധിച്ച് മോളുടെ അമ്മയുടെയൊക്കെ തറവാടിരുന്ന തൃക്കുന്നപ്പുഴയിൽ ചെറിയ ഒരു ക്ലിനിക്ക് അവിടെ രൂപപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷമം മനസ്സിലാകും. അപ്പോൾ നോക്കൂ, വന്ദനയുടെ വന്ദന ജനിച്ചു വീണ അന്ന് മുതലുള്ള എല്ലാ ഫോട്ടോയും, വന്ദന അവസാനമായി ഉപയോഗിച്ച കോട്ട്, അങ്ങനെ വന്ദനയുടെ വസ്ത്രങ്ങൾ, അങ്ങനെ ഒരു മകൾക്ക് വേണ്ടി നൽകാൻ പറ്റുന്ന അത്രയും ഓർമ്മകൾ അവർ പേറിയാണ് ഈ വിഷമത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. അവർക്കത് കഴിയില്ല എന്നാണ് അച്ഛൻ തുറന്നു പറയുന്നത്. വന്ദനയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.